നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര ശർവ ശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. കാവ്യം സുഗേയം കഥ രാഘവീയം എന്ന് രാമായണത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാവ്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും പുണ്യം കൂടി രാഘവ കഥ പകർന്നു നൽകുന്നുണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഭാരതീയ പാരമ്പര്യത്തിൽ കാവ്യവും സംഗീതവും ഒക്കെ പുണ്യപ്രദങ്ങളാണ്. സംഗീതമഭിസാഹിത്യം സരസ്വത്യാ സ്തനദ്വയം എന്നാണ് പറയുന്നത്. സംഗീതവും സാഹിത്യവും ദേവിയുടെ വാത്സല്യ ദുഃഖം ചുരത്തുന്ന സ്തനങ്ങളാണെന്നാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കുന്നത്. സാഹിത്യ സൗന്ദര്യത്തിൻ്റെയും സംഗീത മാധുര്യത്തിൻ്റെയും സംഗമരംഗമായ രാമായണം ഇവയുടെ പുണ്യം കൂടി പകർന്നു. ഭാവസൗന്ദര്യവും ഭാഷാസൗന്ദര്യവും വാൽമീകി രാമായണത്തിൻ്റേതെന്ന പോലെ പ്രസിദ്ധമായ എല്ലാ പ്രാദേശിക ഭാഷാ രാമായണങ്ങളുടെയും മുഖമുദ്രയാണ്. രാമായണ കഥയിലെ വിവിധ സന്ദർഭങ്ങളുടെ ഭാവോജ്വലത പ്രസിദ്ധമാണ്. ഇവ വർണ്ണിക്കുമ്പോൾ കാവ്യരസം തുളുമ്പുന്ന ഭാവങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നു. അതേപോലെ അലങ്കാരം, വൃത്തം, പദവിന്യാസ ചാരുത തുടങ്ങിയ സകല കാവ്യാംഗങ്ങളും രാമായണങ്ങളിൽ പരിപക്വാവസ്ഥ പ്രാപിച്ചിരിക്കുന്നത് കാണാം. സംസ്കൃതത്തിലെ വാൽമീകി രാമായണമാകട്ടെ, മലയാളത്തിലെ കിളിപ്പാട്ടാകട്ടെ, ഹിന്ദിയിലെ തുളസി രാമായണമാകട്ടെ, തമിഴിലെ കമ്പരാമായണമാകട്ടെ, എല്ലാം ലക്ഷണമൊത്ത കവിതകളാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. വടുർവാഗേഹി വാ യതിരപി ജടി വാ തദിധരോ നരോ വായ കശ്ചിത് ഭവതു ഭവ കിം തേന ഭവതി യദീയം ഹൃത്പദ്മം
यदि भवदधीनं पशुपते तदीयस्त्वं शम्भो भवसि भवभारं च वहसि അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദ ലഹരിയിലെ 11ാം ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ബ്രഹ്മചാരിയാകട്ടെ, ഗൃഹസ്ഥാശ്രമിയാകട്ടെ, സന്യാസിയാകട്ടെ, വാനപ്രസ്ഥനാകട്ടെ, ഇതൊന്നുമല്ലെങ്കിൽ മറ്റാരുമാകട്ടെ, ഹൃദയമാകുന്ന താമര ഭഗവാൻ അധീനമല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം? മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തെ ധന്യമാക്കുന്നത് ഭഗവത് ഭക്തിയാണ്. ആ ഭക്തിയില്ലെങ്കിൽ ബാഹ്യമായ ഏതവസ്ഥയിലായാലും പ്രയോജനമില്ല എന്ന് പറയുന്ന ഭാഗം സ്വാമിജി വിവരിക്കുന്നത് കേൾക്കാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 10 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഏത് യോനിയിൽ ജനിക്കാനിട വന്നാലും ഭഗവത്പാദ സ്മരണത്തിൽ എൻ്റെ ഹൃദയം ചേരണമേ, അങ്ങനെയായാൽ ധന്യമായി എന്ന് പറഞ്ഞ ഭാഗമാണ് ചിന്തിച്ചത്. തുടർന്ന് വട്ടുർവാഗേഹി വാ യതിരപി ജഡീ വാ തദിതരോ നരോ വായ കശ്ചിത് ഭവതു ഭവ കിം തേന ഭവതി യദീയം ഹൃത്പദ്മം യദി ഭവദധീനം പശുപതേ തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി. ഹേ ഭവ, അല്ലയോ ഭവ, ഹേ പശുപതേ, അല്ലയോ പശുപതേ. സർവപ്രപഞ്ചത്തെയും ഭവിപ്പിക്കുന്നവനാണ് ഭവൻ, സർവേശ്വരൻ, മഹേശ്വരൻ. ഹേ പശുപതേ, സർവ പശുക്കളുടെയും പതി. പാശബദ്ധരായവരൊക്കെ പശുക്കൾ, പലവിധ രാഗദ്വേഷ പാശങ്ങളാൽ ബദ്ധരായവർ. സകല പശുക്കൾക്കും നാഥൻ പശുപതി. ഹേ പശുപതേ, നരഹ മനുഷ്യൻ, വട്ടുഹു വാ ബ്രഹ്മചാരിയാവട്ടെ, ഗേഹി വാ ഗൃഹസ്ഥാശ്രമിയാവട്ടെ, യതിഹി അപി വാ സന്യാസിയാവട്ടെ, ജഡീവാ വാനപ്രസ്ഥനാകട്ടെ, ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ ആവട്ടെ, തദിതരോ വാ ഇനി വേറെ എന്തെങ്കിലും ആവട്ടെ, നരഹ മനുഷ്യൻ യഃ കശ്ചിത് ഭവതു ആരും ആയിക്കൊള്ളട്ടെ, യഃ കശ്ചിത് ഭവതു ആരോ ആവട്ടെ, ഹേ ഭവ, അല്ലയോ ഭവ, തേന കിം ഭവതി അതുകൊണ്ട് എന്താ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ടൊരു കേമത്വവും ഇല്ല, അതുകൊണ്ടൊരു മഹിമയുമില്ല. എന്നാൽ യദീയം ഹൃത്പദ്മം, യാതൊരാളുടെ ഹൃത്പദ്മം, ഹൃദയമാകുന്ന അന്തഃകരണമാകുന്ന താമര, ഭവദധീനം യതി ഭവാൻ അധീനമാണെങ്കിൽ, ആരുടെ ഹൃദയമാകുന്ന താമര ഭവാന് അധീനമാണെങ്കിൽ, ഹേ ശംഭോ, അല്ലയോ ശംഭോ, തദീയഹാത്വം നീ അവൻ്റെതാണ് എന്ന് മാത്രമല്ല, ഭവഭാരം ച വഹസി ഈ സംസാരത്തിൻ്റെ മുഴുവൻ ഭാരവും നീ വഹിക്കുകയും ചെയ്യും. ഇവിടെ വീണ്ടും ഭക്തിയുടെ മഹിമയാണ് എടുത്തു പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നരനാവട്ടെ, ദേവനാകട്ടെ, നഗമൃഗമാകട്ടെ, വനമൃഗമാകട്ടെ, മശകമാകട്ടെ, പശുവാകട്ടെ, കീടമാകട്ടെ, വിഹകമാകട്ടെ, ശരീരമേതോ ആവട്ടെ, ഏത് ജന്മമോ ആകട്ടെ, നമ്മുടെ മനസ്സ് ഭഗവത്പാദ സ്മരണ പരമാനന്ദലഹരീ ആസക്തമാണെങ്കിൽ ധന്യമായി. ഏത് ശരീരമായാലും എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ഇപ്പോൾ പറയണത് മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തെ ധന്യമാക്കുന്നത് ഭഗവത് ഭക്തിയാണ്, പരാഭക്തിയാണ്. ആ ഭക്തി ഇല്ലെങ്കിൽ
ബാഹ്യമായ ഏതവസ്ഥയിലായിട്ടും പ്രയോജനമൊന്നുമില്ല. അതാണ് പറയുന്നത് വടുർവ ബ്രഹ്മചാരിയാവട്ടെ. ഇപ്പോൾ ഉപനയനാദി സംസ്കാരങ്ങൾ ചെയ്തു, ഗായത്രി മന്ത്രം സ്വീകരിച്ചു, വിധിപ്രകാരം അഗ്നിഹോത്രാദി കർമ്മങ്ങളെ ചെയ്തും ശാസ്ത്ര സ്വാധ്യായം ചെയ്തും കഴിയുകയാണ് ഒരാൾ. നല്ലത് തന്നെ, അങ്ങനെ ആവട്ടെ. അതല്ലെങ്കിൽ ഗേഹീവ, ഗേഹി ഗേഹത്തിൽ നിവസിക്കുന്നവൻ, ഗൃഹസ്ഥാശ്രമി. ഇപ്പം വിവാഹ സംസ്കാരം ചെയ്ത് അനന്തരം ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം ചെയ്ത് പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിച്ചും ഗൃഹസ്ഥ ജീവിതത്തിൽ ഉചിതങ്ങളായ കർമ്മങ്ങളെ ചെയ്തും ഒരാൾ കഴിയുകയാവട്ടെ, നല്ലത് തന്നെ. യതിഹി അപ്പി, ഇനി യതിയാവട്ടെ, സന്യാസിയാവട്ടെ, വിരജഹോമാദി കർമ്മങ്ങളെ ചെയ്ത് പിതൃദേവബന്ധങ്ങളെയെല്ലാം മുറിച്ച് മറ്റ് ദേവതോപാസനകളെല്ലാം ഒഴിവാക്കി പരമമായ തത്വാനുസന്ധാനത്തിൽ കഴിയുന്ന ഒരു യതിയാവട്ടെ. അതല്ല ജഡിയാവട്ടെ, ജഡ ധരിച്ചവനാകട്ടെ. ജഡി എന്നുള്ളത് പൊതുവെ വാനപ്രസ്ഥനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. ഇങ്ങനെ ജീവിതത്തിലെ 4 ആശ്രമങ്ങളിൽ ഏതാശ്രമത്തിലോ ആവട്ടെ, തദിതരോവ. ഇനി ഒരാൾ ആശ്രമാചാരയുക്തനല്ലെന്ന് വിചാരിക്കുക, പ്രത്യേകമായി ആശ്രമ മര്യാദകളെ ഒന്നും പാലിക്കാതെ ജീവിക്കുന്ന ആളാണ്. അത് 2 തരത്തിലാവാം. ഒന്ന്, അത്യാശ്രമിയായിട്ട് അവധൂത വൃത്തിയിൽ സകല ആശ്രമങ്ങളെയും അതിക്രമിച്ച് ജീവിക്കുന്നവനാവാം. അല്ലെങ്കിൽ അത്യന്തം മന്ദനായിട്ട്, ശാസ്ത്ര വിമുഖനായിട്ട്, ശാസ്ത്രവിരുദ്ധനായിട്ട് ആശ്രമ മര്യാദകളെ പാലിക്കാത്തവനാകാം. 2 രീതിയിലും ആവാം. ഏത് രീതിയോ ആവട്ടെ, നരഹ യ കശ്ചിത്, എങ്ങനെയോ ആവട്ടെ മനുഷ്യൻ, തേന കിം ഭവതി, അതുകൊണ്ട് എന്ത് കിട്ടാനാ? താത്പര്യം നമ്മൾ ഏത് ആശ്രമത്തിൽ വസിക്കുന്നു എന്നുള്ളതോ എങ്ങനെ ബാഹ്യമായി വ്യവഹരിക്കുന്നു എന്നുള്ളതോ അല്ല മുഖ്യം. പിന്നെയോ മനസ്സെവിടെയാണെന്നുള്ളതാണ്. അതാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി വിചാരത്തിന് വിധേയമാക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. निशुम्भशुम्भमर्दिनि प्रचण्डमुण्डखण्डनि वने रणे प्रकाशिनि भजामि विन्ध्यवासिनि त्रिशूलमुण्डधारिणि धराविघातहारिणि गृहे गृहे निवासिनि भजामि विन्ध्यवासिनि दरिद्रदुःखहारिणि सतां विभूतिकारिणि वियोगशोकहारिणि भजामि विन्ध्यवासिनि लसत्सुलोललोचना लतासदेवरप्रदा कपालशूलधारिणि